കോഴിക്കോട് ബേപ്പൂരിൽ ഇരുചക്ര വാഹനത്തിൽ 3 പേർ സഞ്ചരിച്ചതിന് പോലീസ് മർദ്ദിച്ചതായി പരാതി. യുവാവിന് കൈക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ എസിപിയോട് ഡിസിപി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ബേപ്പൂർ സ്വദേശി അനന്തുവിനാണ് മർദ്ദനമേറ്റത്. സബ് ഇൻസ്പെക്ടർ ധനീഷ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടിക ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇരുചക്ര വാഹനത്തിൽ 3 പേർ സഞ്ചരിച്ചതിനാണ് മർദ്ദനമെന്നും അനന്തു പരാതിയിൽ പറയുന്നു. പിന്നെ അവിടെ ഇട്ടിട്ട് പട്ടിക എടുത്തിട്ട് സാറ് പറഞ്ഞു ഞാൻ അവിടെ നിൽക്കാറുണ്ട്. മൂപ്പര് പോയി ഒരു പട്ടികയായിട്ട് വന്നിട്ട് മൂപ്പർ റൂമിലേക്ക് ഒരു ക്യാമറ ഇല്ലാത്ത റൂമിലേക്ക് കയറ്റിയിട്ട് അടിക്കുകയാണ് ചെയ്തത്. ഫുള്ളായിട്ട് മേത്ത് മൊത്തമായിട്ട് തലക്ക് മൂക്കിന് ഇവിടെയൊക്കെ പട്ടിക വെച്ച് അടിക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു പോലീസുകാരൻ വന്ന് കുറേ പോലീസുകാർ വന്നിട്ട് മുഖത്തൊക്കെ കുത്തുകയും ചെയ്തു. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഓരോ പോലീസുകാർ കയറും. കണ്ടമാനം പോലീസുകാർ ഉള്ളോട്ട് ഒന്നായിട്ട് കയറി വന്ന് അടിച്ചത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോരോ പോലീസുകാർ വന്നിട്ട് അടിക്കുക ചെയ്തു. സുഹൃത്തിന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചാണ് മർദ്ദിച്ചതെന്ന് അനന്തുവിന്റെ കുടുംബം പറയുന്നു. മറ്റു പോലീസുകാർ പിടിച്ചുവെക്കാൻ ശ്രമിച്ചെങ്കിലും SI കൂട്ടാക്കിയില്ലെന്നും ആരോപണമുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ അനന്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് അതിക്രൂരമായിട്ട് എന്താ പറയാ, ഈ പട്ടിയെ കൊണ്ടാണ് അടിച്ചത്. ഞങ്ങൾ ഇന്നലെ അവിടെ പോയപ്പോൾ ഇവന്റെ അവസ്ഥ കണ്ടിട്ട് ഒരു എന്താ പറയാ, മനസ്സിൽ നമുക്ക് താങ്ങാൻ കഴിയില്ല. അക്കോലത്തിലാക്കിയിട്ടുണ്ട്, അടിച്ചിട്ട് ശരീരം ഒന്നായിട്ട് അടിച്ച് തളർത്തിട്ട്. അതേസമയം കഞ്ചാവ് കേസിലാണ് അനന്തുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. NDPS കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണെന്നും ആരോപണം കെട്ടിച്ചമച്ചതാണെന്നുമാണ് അനന്തുവിന്റെ കുടുംബം പറയുന്നത്. പരാതിയിൽ ACPയോട് ഡെപ്യൂട്ടി കമ്മീഷണർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്.